ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു പനീർ ബട്ടർ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് പനീർ, ഉള്ളി, തക്കാളി, ബട്ടർ, പച്ചമുളക്, കാഷ്യൂ, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റെടുക്കാം. ഒരുപാടൊന്നും വഴറ്റണമെന്നില്ല കേട്ടോ. നമ്മളിതെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് കാഷ്യൂ, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാരണം അതാകുമ്പോൾ ഇതിനിപ്പോൾ ചെറിയൊരു എരിവുണ്ട്, പിന്നെ നമുക്ക് അത്യാവശ്യം കളറും കിട്ടും. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ പനീർ ബട്ടർ മസാലയ്ക്ക് നമുക്ക് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒന്നല്ല, അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി ആയിരിക്കും കൂടുതൽ നല്ലത്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഇനി തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൂടി യോജിപ്പിച്ച് നമുക്കതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ വഴറ്റി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പനീർ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും റോസ്റ്റ് ചെയ്യുന്നില്ല. പനീർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് ആ കളർ മാറുന്നവരെ നമ്മുടെ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട്, കാരണം അതിലത്തെ ആ മസാലയും കാര്യങ്ങളെല്ലാം ആ പനീറിലോട്ടൊന്ന് പിടിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പനീർ ഉടഞ്ഞു പോകാതെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മരത്തിൻ്റെ കയ്യിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി നമ്മളതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു കൂട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി അവസാനമായിട്ടുണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആ കറിയുടെ എല്ലാ മസാലയും കാര്യങ്ങളെല്ലാം സെറ്റായി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നമ്മൾ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ മിക്സിയിൽ ആ ജാറ് കഴിക്കും, ഞാൻ ആ ജാറ് കഴിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അതെല്ലാം ഇനി ചൂടുവെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കറി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇതാപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനൊന്ന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീറിൽ നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കസ്തൂരി മേത്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കസ്തൂരി മേത്തി ഇല്ലെങ്കിൽ സാരമില്ലാട്ടോ, ഓപ്ഷണലാണ് കസ്തൂരി മേത്തിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് യോജിപ്പിച്ചൊന്ന് എടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം മാത്രമാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നുള്ളൂ. നമുക്ക് ആ ഒരു മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ.